സമസ്ത കേരള സുന്നി സെന്റർ ഫെഡറേഷന്റെയും പൊന്നാട് ശാഖ സംഘടിപ്പിച്ച ആദർശ സംശയ നിവാരണത്തിന്റെ സദസ്സിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. നമ്മോട് സംസാരിക്കാമെന്നേറ്റ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ MT അബൂബക്കർ ദാരിമി ഏതാനും നിമിഷങ്ങൾക്ക് അകം നമ്മുടെ ഈ സദസ്സിൽ എത്തിച്ചേരുകയാണ്. അതിനു മുമ്പേ നമ്മുടെ പരിപാടി ആരംഭിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ വരുമ്പോൾ തന്നെ നമ്മുടെ പ്രധാന ആദർശ പരിപാടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് സംഘാടകർ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട ഷേഖുന കോയക്കുട്ടി ഉസ്താദ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കകം മുമ്പ് നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞുപോയി. ആ മഹാന്റെ പൊരുത്തം കൂടി സദസ്സിന് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഉസ്താദ് വരുന്നത് വരെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് വേണ്ടിയുള്ള ഒരു അനുസ്മരണ വേദിയായി ഇത് മാറുന്നത്. ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം പറയാൻ മാത്രം അർഹതപ്പെട്ടവരല്ല നമ്മൾ. അവരെക്കുറിച്ച് ഉസ്താദിന്റെ വഫാത്തിന് ശേഷം പത്രമാധ്യമങ്ങൾ വഴി അല്ലെങ്കിൽ നവമാധ്യമങ്ങൾ വഴി പലരും കേട്ടവരാണ്, അറിഞ്ഞവരാണ്. പക്ഷേ ഇതെല്ലാം ഇങ്ങനെയുള്ളൊരു സദസ്സിൽ പറയുക എന്ന് പറഞ്ഞാൽ ദിക്റു സ്വാലിഹീന കഫാറ എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ പറ്റുന്നൊരു മാർഗമാണ് സ്വാലിഹീങ്ങളാകുന്ന ആളുകളുടെ അവരെ അനുസ്മരിക്കുക എന്നുള്ളത്. അതിനൊരു മാർഗമാണെന്ന് ഷഫീൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മെ മുന്നേ നടന്നുപോയി നമ്മെ നയിച്ച് സ്വർഗലോകത്തേക്ക് കാലെടുത്ത് വെച്ച് ബർസഖിയായ ലോകത്ത് സന്തോഷവാനായി കഴിയുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ കുറിച്ച് ഒരല്പനേരം ഈ സദസ്സ് തന്നെ ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. അങ്ങനെയുള്ളൊരു സദസ്സിൽ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി തന്റെ ആയുസ്സിനെ മുഴുവനും ചെലവഴിച്ച് ആയുസ്സിന്റെ അധിക ഭാഗവും ദീനീ വിജ്ഞാനത്തിന് വേണ്ടി ചെലവഴിച്ച് സമസ്തയ്ക്ക് വേണ്ടി ചെലവഴിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ മഹാനെക്കുറിച്ച് ഓർക്കുക എന്ന് പറഞ്ഞാൽ തീർത്തും ഈ സദസ്സിൽ യോജ്യമായൊരു കാര്യമാണ്. ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറയാൻ പോലും അല്ലെങ്കിൽ അവിടുത്തെ ജീവിതത്തിലെ ഏടുകൾ തുറക്കാൻ പോലും അർഹതയില്ലാത്തവരാണ് നാം. സത്യത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടുത്ത പ്രദേശത്ത് ജീവിച്ച് മരിച്ചുപോയ മഹാമനീഷി ബഹുമാനപ്പെട്ട ഷേഖുന റഈസുൽ മുഹഖഖീൻ ഉസ്താദുൽ അസാതിദ് കണ്ണിയത്ത് ഉസ്താദ് നവറല്ലാഹു മർഖദ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തുകാർക്ക്, നമ്മുടെ നാട്ടുകാർക്ക് ഏറെ ആത്മീയമായി അറിയുകയും അവരുടെ ദുആകൾക്ക് ഇജാബത്ത് ലഭിക്കുകയും ചെയ്ത നാടാണ് നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ കേട്ടറിഞ്ഞിടത്തോളം കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതകാലത്ത് ഉസ്താദിൽ നിന്നുണ്ടായ അതേ അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ ഉസ്താദ് കാണിച്ചു തന്ന അതേ പാത പിന്തുടർന്നവരാണ് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ കണ്ടവരാണ്. കണ്ണിയത്ത് ഉസ്താദിനെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ നാട്ടിലെ കാരണവന്മാരിൽ നിന്ന് പറഞ്ഞത് കേട്ടതുപോലെ ആ ജീവിത രീതിയെ തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട ഷേഖുന കണ്ണിയത്ത് ഉസ്താദിന്റെ അരുമ ശിഷ്യനും ഖാദിമുമായ ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ. ഒരു വാക്ക് പറഞ്ഞാൽ അധികമാവില്ല എന്ന് എനിക്കറിയാം. കണ്ണിയത്ത് ഉസ്താദിനെ ജീവിതത്തിൽ കാട്ടിത്തരുന്ന ഒരു മഹാമനുഷ്യയായിരുന്നു ബഹുമാനപ്പെട്ട കോയക്കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർഖദ. അല്ലാഹു അദ്ദേഹത്തിന്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. ആ സിഫത്തുകളെല്ലാം, ആ വിശേഷണങ്ങളെല്ലാം ഒന്നിനൊന്നായി പിന്തുടർന്ന് ആ പാതയെ അപ്പടി അനുധാവനം ചെയ്തൊരു മഹാമനുഷ്യയായിട്ടാണ് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. ദീനീ വിഷയത്തിലാണെങ്കിലും അമലിന്റെ കാര്യത്തിലാണെങ്കിലും സൂക്ഷ്മതയുടെ കാര്യത്തിലാണെങ്കിലും വറഇന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും കണ്ണിയത്ത് ഉസ്താദിനെ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉസ്താദിനെ അനുധാവനം ചെയ്യാൻ ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് തന്റെ ജീവിതത്തിൽ സമയം കണ്ടെത്തി, അല്ലെങ്കിൽ ജീവിതത്തെ അങ്ങനെ ക്രമീകരിച്ചു എന്നുള്ളതാണ് നമുക്കുള്ള പാഠം. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരെ സ്മരിക്കുമ്പോൾ ആദ്യമായി എനിക്ക് എന്റെ സമൂഹത്തോട്, എന്റെ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സംഘടനാ പ്രവർത്തകരോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ആളുകൾക്ക് പിന്നിൽ അണിയറച്ചു നിൽക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഭാഗ്യമാണ്. ആ ഭാഗ്യത്തോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, അങ്ങനെയുള്ള മഹാന്മാരുടെ ജീവിത രീതി നമുക്കൊരു പാഠമാവണം.
നമുക്കൊരു പാഠമാവണം. ഇങ്ങനെയുള്ള മഹാന്മാരുടെ ജീവിത രീതി നമുക്കൊരു പാഠമാവണം. നാമെല്ലാം ഈ ദുനിയാവിൽ എന്തെല്ലാം ഒരുക്കി വെച്ചു എന്ന് ചോദിച്ചാൽ അതിനെല്ലാം ഉത്തരം ശൂന്യമായിരിക്കും. ആ ശൂന്യതയിൽ നിന്ന് എന്റെ ഏടുകളിലേക്ക് എനിക്ക് ആവശ്യമാകുന്ന കാര്യങ്ങൾ ഞാൻ എഴുതി വെക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിൽ ഇങ്ങനെയുള്ള മഹാരഥന്മാരാകുന്ന ഉലമാക്കളുടെ ജീവിതം നമുക്ക് പാഠമാവണം. അത് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നാടുകളിലും നഗരങ്ങളിലുമായി പല സദസ്സുകളിലും ഉസ്താദിനെ കണ്ടവരാണ്. സത്യത്തിൽ കോയക്കുട്ടി ഉസ്താദിനെ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ കാണുന്നത്, പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ അത് അറിയുന്നത് നമ്മുടെ അടുത്ത പ്രദേശമാകുന്ന ആക്കോടാണ്. ആക്കോട് എല്ലാ വർഷവും ദുആ സമ്മേളനത്തിന് പങ്കെടുക്കാറുണ്ട് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ്. ഒരു ദിവസം ആക്കോടുള്ള ഒരാളുമായി ഞാൻ സംസാരിച്ചപ്പോ ദുആ സമ്മേളനമാണ്, കോയക്കുട്ടി ഉസ്താദ് വരുന്നുണ്ട്, ഇവിടെ എല്ലാ വർഷം വരാറുണ്ട്, ആളുകൾ എല്ലാ വർഷവും അധികമായി വരാറുണ്ട്, ഉസ്താദിന്റെ സദസ്സിൽ ഇജാബത്ത് കിട്ടാറുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ സമസ്തയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആ സദസ്സിൽ പങ്കെടുക്കാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഗ്രാമങ്ങളിൽ മഹാന്മാരാകുന്ന തന്റെ മശായിഖന്മാരുടെ ഗുരുത്വവും പൊരുത്തവും ഏറ്റുവാങ്ങി ആ ദിക്റുകളും ആ ഔറാദുകളുമായി അവർക്കെല്ലാം ഫാത്തിഹ ഓതി ഒരു പ്രത്യേക ശൈലിയിൽ ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ മഹല്ലുകൾ മുഴുവനും ആത്മീയമായി വളർത്തിയെടുക്കാൻ ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് മുന്നോട്ട് വന്നു എന്നുള്ളത് ചരിത്രമാണ്. അതിന്റെ മുമ്പേ തന്നെ നമ്മുടെ ഈ കാണുന്ന ഇങ്ങനെ നമ്മൾ ഇരിക്കുന്ന ഈ മദ്രസയെ പോലെയുള്ള മദ്രസകൾ സ്ഥാപിക്കാൻ തന്നെ ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് തന്റെ ജീവിതത്തിൽ സമയം കണ്ടെത്തിയെന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. അത് കേട്ടവരും അനുഭവിച്ചവരും അത് പറഞ്ഞത് കാണാം. കഴിഞ്ഞ ദിവസം പത്രം തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, മദ്രസയുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിനു വേണ്ടി തോണിയിൽ സഞ്ചരിക്കുമ്പോൾ കാറ്റ് ദിശ മാറി വീശുകയും തോണി അപകടത്തിൽപ്പെടാനുള്ള സാധ്യത അടുത്താവുകയും ചെയ്തപ്പോ അതിൽ നിന്നും ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദാണ് പ്രാർത്ഥനയോടുകൂടി ദിക്റ് ചൊല്ലിയ സമയത്താണ് അത് കരക്കടഞ്ഞത്. നമ്മളിപ്പോൾ പത്രത്തിൽ നമ്മൾ വായിച്ചതാണ്. അങ്ങനെ പരിശുദ്ധമാക്കപ്പെടുന്ന ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി, ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ ഇങ്ങനെയുള്ള മദ്രസകൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് ചെറുപ്പകാലത്ത് തന്നെ സമസ്തയോടൊപ്പം നിന്നുകൊണ്ട് സമസ്തയുടെ ഖാദിമായി തന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി എന്നുള്ളത് നമുക്ക് ഉസ്താദിന്റെ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. മറ്റൊന്ന് ഞാൻ പറഞ്ഞത്, ആത്മീയപരമായി നമ്മുടെ മഹല്ലുകളെ, നമ്മുടെ നാടുകളെ, സംഘടനാ പ്രവർത്തകന്മാരെ അദ്ദേഹത്തെ ഉത്തേജിപ്പിക്കാൻ അല്ലെങ്കിൽ ആത്മീയമായി വളർത്താൻ ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് സമയം കണ്ടെത്തി എന്നുള്ളതാണ്. ഞാൻ ഓർത്തുപോകുന്നത്, ഉസ്താദ് സുഖമില്ലാതെ വിശ്രമത്തിലേക്ക് കടക്കുന്ന ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ജോലി ചെയ്യുന്ന നാട്ടിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുനയെ ഒരു പരിപാടി കൊണ്ടുവന്നിരുന്നു. ഷെയ്ഖുനായുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു ഫോൺ ചെയ്തിട്ട് അല്ലെങ്കിൽ പോയി ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ ക്ഷണിച്ച ദിവസം അവിടെ എഴുതി വെക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്നാണോ നമ്മുടെ പരിപാടി നിശ്ചയിച്ചതെങ്കിൽ അതിന്റെ തലേ ദിവസം നമ്മളൊന്ന് വിളിച്ചോർമ്മപ്പെടുത്തുക കൂടി ചെയ്താൽ ആ പരിപാടിയിലേക്ക് സദസ്യർ എത്തുന്നതിന് മുമ്പ്, എന്തിനേറെ ഒരു പക്ഷേ അന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി, 2-3 ദിവസം തുടർച്ചയായി നടക്കുന്ന പരിപാടിയാണ്. 2-3 ദിവസം തുടർച്ചയായി നടക്കുന്ന വാള് കഴിഞ്ഞ് സമാപന ദിവസത്തിലാണ് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ്. അപ്പൊ സ്വാഭാവികമായും ഒരു പരിപാടിയിൽ എല്ലാ അറേഞ്ച്മെന്റുകളും നടന്നൊരു സദസ്സിൽ ഓപ്പറേറ്റർ വരെ എത്തുന്നതിന് മുമ്പ് വരെ ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് നാട്ടിലെത്തി. ആനക്കരയിൽ നിന്നും ഞാൻ ജോലി ചെയ്യുന്ന പള്ളിമുക്കിലേക്ക് എത്താൻ കിലോമീറ്ററുകൾ താണ്ടണം. എന്നിട്ട് പോലും ഞാൻ എത്താത്തത് കാരണം പരിപാടി വൈകരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയാൽ ആ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് ഉസ്താദ് അവിടെ എത്തുകയുണ്ടായി. അങ്ങനെ ആ സദസ്സിൽ നേതൃത്വം നൽകാൻ ഉസ്താദ് എത്തിയപ്പോൾ ഉസ്താദിനോട് കൂടെ അന്നത്തെ രാത്രി ഉസ്താദ് ആ സദസ്സിൽ നിന്ന് വിട്ടുപിരിയുന്നത് വരെ, ദുആ കഴിഞ്ഞ് പിരിയുന്നത് വരെ ഉസ്താദിനോടൊപ്പം ഒരു ഖാദിമായി ഒരു എളിയ സേവനം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാനിപ്പോഴും ഓർത്തു പോവുകയാണ്, ആലോചിച്ചു പോവുകയാണ്. ആ സമയങ്ങൾ ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് വഫാത്തായി എന്ന് ഇതേ രീതിയിലുള്ള മറ്റൊരു സദസ്സിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ആ സമയത്ത് ഞാൻ ഓർത്തുപോയത് അതാണ്. ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് അന്ന് ആ സദസ്സിലേക്ക് വന്നതും അതോടൊപ്പം തന്നെ പള്ളിയിലേക്ക് കയറിയതും പള്ളിയിൽ ദിക്റിൽ ഉരുവിട്ടതും അതുപോലെ തന്നെ നിസ്കാരത്തിൽ ഉസ്താദിനോടൊപ്പം നിന്ന് നിസ്കരിക്കുന്ന ആ സമയത്തിൽ ഉസ്താദിന്റെ സൂക്ഷ്മതയും ഉസ്താദ് കാലുകൾ വെച്ചതും കൈകൾ വെച്ചതും ഞാനിപ്പോഴും ഓർത്തുപോവുകയാണ്. ഭക്ഷണം കഴിച്ചതുപോലും ഞാൻ ഓർത്തുപോവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ഉഹ്റവിയായ പണ്ഡിതന് വേണ്ടി പരിശുദ്ധമാക്കപ്പെടുന്ന ഖുർആനും ഹദീസും എന്താണോ പറഞ്ഞത് അത് മുഴുവനും നമ്മൾ പഠിച്ചിടത്തോളം മുഴുവനും അത് അനുധാവനം ചെയ്യാൻ ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ ജീവിതത്തിൽ കാണാൻ കഴിയും. അങ്ങനെയുള്ള ആ ജീവിതത്തെ തിട്ടപ്പെടുത്തിയത് കൊണ്ട് തന്നെയാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് ഉച്ചത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വിട പറയാനും കഴിഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് അന്ന് വന്നപ്പോ ഭക്ഷണം ഒരുക്കി വെച്ചു. ഭക്ഷണത്തിന് വേണ്ടി ആ വീട്ടുകാരൻ എല്ലാ രീതിയിലുള്ള വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഉസ്താദ് പറഞ്ഞു, സുഖമില്ല, കുറച്ചു മതി, വളരെ കുറച്ചു മതി, ഉള്ളത് റാഹത്തായി കഴിക്കണമെന്ന് പറഞ്ഞു വളരെ കുറഞ്ഞ ഭക്ഷണം.
കുറഞ്ഞ ഭക്ഷണം നമ്മൾ ചിന്തിക്കേണ്ടത് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ ജീവിതത്തിൽ നമുക്ക് പാഠമാവേണ്ടത് ഭക്ഷണം കഴിക്കാനല്ല നമ്മൾ ജീവിക്കുന്നത്, നേരെ മറിച്ച് ജീവിക്കാനാവുന്ന ഭക്ഷണമാണ് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് അവർ ഭക്ഷണം കഴിച്ചത്. മാത്രമല്ല ഉസ്താദിന്റെ വസ്ത്രത്തിലേക്ക് നിങ്ങളൊന്ന് നോക്ക്, ഉസ്താദിന്റെ വസ്ത്രത്തിലേക്ക് നോക്ക്. ഉസ്താദിന്റെ പേരമകൻ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ എഴുതിവിട്ട ലേഖനങ്ങൾ ചിലപ്പോൾ നിങ്ങൾ വായിച്ചു കാണും. ഉസ്താദിന്റെ വസ്ത്രം ഇസ്തിരിയിടൽ എന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെ വസ്ത്രം അലക്കിക്കഴിഞ്ഞാലും അതിൽ നീലം മുക്കൽ ഉസ്താദായിരുന്നു. മാത്രമല്ല അത് തേച്ച് നമ്മളൊക്കെ അയൺ ചെയ്യാറുണ്ട്, അത് ചെയ്യാറില്ല. നേരെ അതിന് പകരം ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് ചെയ്യാറുള്ളത് ആ വസ്ത്രം എടുത്തിട്ട് തന്റെ കൈകൊണ്ടൊന്ന് അമർത്തി തേക്കും, എന്നിട്ട് മടക്കിയിട്ട് തലയണയുടെ താഴെ വെക്കുമെന്നാണ് ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ പേരമകൻ ഇന്ന് എഴുതിവിട്ടത്. നിങ്ങൾ വായിച്ചു കാണും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ വസ്ത്രം കണ്ടാൽ തന്നെ അറിയാം ഒരു ഉഖ്റവിയായ ആലിമിനുള്ള എല്ലാ ഗുണങ്ങളും ഉസ്താദിൽ അടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ നാടുകളിൽ പല ആലിമീങ്ങളും പല പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ തന്റെ കാറിന്റെയും തന്റെ യാത്രയുടെയും തന്റെ വാഹനത്തിന്റെയും തന്റെ വസ്ത്രത്തിന്റെയും പൊലിമയും അതുപോലെ തന്നെ പോരിശയും പറഞ്ഞ് പലരെയും വഞ്ചിക്കപ്പെടുന്ന അവസ്ഥയിലാണ് ഉഖ്റവിയായ ആലിമീങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ആലിമീങ്ങളെയാണ് നമ്മൾ അനുധാവനം ചെയ്തത്, നമ്മൾ വഴി പിഴച്ചിട്ടില്ല. ഇവിടെയും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങൾ വിശദീകരിക്കാൻ പോകുന്ന ഈ സദസ്സിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഇങ്ങനെയുള്ള മഹാരഥന്മാരാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലൂടെ നമുക്ക് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നത്. മാത്രമല്ല കോയക്കുട്ടി ഉസ്താദിനെ കുറിച്ച് ഇന്നലെയും ഇനിയാന്നുമായിട്ട് പത്രങ്ങളിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പ്രഭാഷകളിലും നിങ്ങൾ കേട്ട് കാണും. ബഹുമാനപ്പെട്ട MT ഉസ്താദ് തന്നെ നേരിട്ട് പറഞ്ഞത് ഇന്നലെ മലപ്പുറത്ത് വെച്ച് നടന്ന പരിപാടിയിൽ MT ഉസ്താദ് നേരിട്ട് പറഞ്ഞാൽ ഓർത്തുപോവുകയാണ്. ഉസ്താദിന്റെ വഫാത്തിന്റെ സമയം ദുആ സദസ്സിൽ പങ്കെടുത്തവർക്കറിയാം ഉസ്താദിന് പ്രത്യേകമാകുന്നൊരു ദിക്റുണ്ട്. ഒരുപാട് ആളുകളിൽ നിന്ന് മഹാന്മാരാകുന്ന മശായിഖന്മാരിൽ നിന്ന് ഉസ്താദ് പല രീതിയിലുള്ള ദിക്റുകളുടെയും ഇജാസത്ത് വാങ്ങിയിട്ടുണ്ട്, സമ്മതം വാങ്ങിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ഉസ്താദിന്റെ ഞാനിപ്പോഴും ഓർത്തുപോവുകയാണ്, കഴിഞ്ഞ ആഴ്ച ഇതേ സദസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട സൈനുൽ ഉലമായി ചെറുശ്ശേരി ഉസ്താദിന് ഞാനിവിടെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അസ്മാഉൽ ബദറിന്റെ ഇജാസത്ത് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ വാങ്ങിയത് ചാപ്പനങ്ങാടി ഉസ്താദിൽ നിന്നാണ്. അന്ന് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ പറഞ്ഞ ഞാനിപ്പോഴും ഓർക്കുകയാണ്, കോയക്കുട്ടി ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഉസ്താദിൽ നിന്നാണ് വാങ്ങിയത്. ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ഉസ്താദിൽ നിന്ന് ഇജാസത്ത് വാങ്ങിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ്. ചാപ്പനങ്ങാടി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കണ്ടു പരിചയമില്ലെങ്കിലും നമുക്ക് ഓർത്തു പരിചയമില്ലെങ്കിലും ബഹുമാനപ്പെട്ടവരുടെ ജീവിതകാലത്ത് ജീവിച്ച ആളുകളെ കണ്ടിൽ നിന്ന് അല്ലെങ്കിൽ അവർ പഠിപ്പിച്ചു തന്നങ്ങളിൽ അവർ എഴുതി വെച്ച ജീവിത ചരിത്രം നമുക്ക് പാഠമാവാൻ കഴിയും. അങ്ങനെയുള്ള മഹാരഥനിൽ നിന്ന് ഇജാസത്തോടുകൂടി വാങ്ങിയ, അങ്ങനെയുള്ള മഹാന്മാരിൽ നിന്ന് ഇജാസത്ത് വാങ്ങിയ ആ ദിക്റുകളും ആ പ്രത്യേകമാകുന്ന പ്രാർത്ഥനകളുമായിരുന്നു ഉസ്താദിന്റെ സദസ്സിലുണ്ടായിരുന്നു. ഉസ്താദ് വഫാത്താകുന്ന അന്നത്തെ ദിവസം മഗ്രിബ് കഴിഞ്ഞതിന് ശേഷം വീട്ടിലെ എല്ലാവരെയും വിളിച്ചു വരുത്തി, ഉള്ളവരെയെല്ലാം വിളിച്ചു വരുത്തി ഈ ദിക്റുകൾ ചെല്ലുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു മരണത്തിന് വേണ്ടി തയ്യാറാവുന്ന അവസ്ഥ ഒരു മുഅ്മിനിന്റെ. അള്ളാഹു അങ്ങനെയുള്ള മരണങ്ങൾ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കഴിഞ്ഞ കാലത്തെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുൻകഴിഞ്ഞ ഉലമാക്കളുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അധ്യക്ഷന്മാരുടെ ഓരോരോ ജീവിതമെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിലും അങ്ങനെയുള്ള മരണങ്ങളാണുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് വഫാത്താകുന്നത് ഏകദേശം ഇതേ സമയത്താണ്. ഇങ്ങനെയുള്ള അനുഭവങ്ങളാണുള്ളത്. തന്റെ വീട്ടുകാരെ തന്റെ കുടുംബക്കാരെ വിളിച്ചു വരുത്തി ദിക്റുകൾ ഉരുവിട്ടുകൊണ്ട് ദിക്റിന്റെ സദസ്സുകളിൽ പ്രാർത്ഥനയും കഴിഞ്ഞതിന് ശേഷം യാസീനോകുന്നതിന്റെ ഇടയിലാണ് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് ഉച്ചത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഈ ലോകത്തോട് വിട പറയുന്നത്. എങ്ങനെയാണ് ഒരു മുഅ്മിൻ ഭൂമി ലോകത്ത് ജീവിച്ചത് അതേ രീതിയിലാണ് അവന്റെ അന്ത്യവുമെന്ന് ശഫീഉൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. തന്റെ ജീവിതം മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിച്ചു ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് അതേ രീതിയിൽ ലോകത്തോട് വിട പറയുകയുണ്ടായി. മാത്രമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഉസ്താദിന്റെ ആ പ്രാർത്ഥനയിൽ പലപ്പോഴും പറയാറുള്ളത് ഈ അടിയങ്ങൾക്ക് മാപ്പ് നൽകണേ, ഈ അടിയങ്ങൾക്ക് പുറത്തു തരണേ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാറുണ്ട്. ആ പ്രാർത്ഥനയുടെ സമാപനത്തിൽ അല്ലെങ്കിൽ മധ്യത്തിലോ അല്ലെങ്കിൽ ആ പ്രാർത്ഥനയിൽ ഉസ്താദ് പറയും ഞങ്ങളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കണേ എന്ന് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് പ്രാർത്ഥന ചെയ്യാറുണ്ടായിരുന്നു. അതേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിട്ടാണ് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് ലോകത്തോട് ഇവിടെ പറഞ്ഞത്. മാത്രമല്ല ഉസ്താദിന്റെ പ്രാർത്ഥനയിൽ പ്രത്യേകമായി നമുക്കൊക്കെ മനസ്സിന് തൃപ്തി നൽകുന്ന രീതിയിൽ ഓരോരോ കാര്യങ്ങളും എടുത്ത് ഉസ്താദ് ദുആ ചെയ്യും. ഞാൻ ഓർത്തുപോകുന്നു, ഇരട്ടമൊഴിയിൽ നമ്മുടെ അടുത്ത പ്രദേശമാകുന്ന ഇരട്ടമൊഴിയിൽ ദുആ ചെയ്യാൻ വേണ്ടി വന്നപ്പോ ലിസ്റ്റ് കാണിച്ചു കൊടുത്ത് ഉസ്താദിന് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു. അപ്പൊ ഉസ്താദ് പറഞ്ഞു ഇൻഷാ അല്ലാഹ് അതെല്ലാം ഞാൻ പറഞ്ഞു ദുആ ചെയ്യും, ഇനി വായിച്ചിട്ട് സമയം കളയേണ്ടതില്ല. ഒരുപക്ഷെ ആ ലിസ്റ്റിലുള്ളതും അതിലപ്പുറവും ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് ഓരോരോ വിഷയങ്ങളെടുത്ത്
നമ്മുടെ മനസ്സിന് നീറുന്ന ഓരോരോ പ്രശ്നങ്ങൾ എടുത്തുകൊണ്ട് ഉസ്താദ് ദുആ ചെയ്യുകയാണ്. മാത്രമല്ല പ്രത്യേകമായി ദുആ ചെയ്യാൻ ഏൽപ്പിച്ച കാര്യത്തിൽ ഉസ്താദ് പറയാറുണ്ടായിരുന്നു വാക്കുണ്ട്, പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഉസ്താദ് പറയാറുണ്ട്, ഈ അടിയങ്ങൾ ഞാൻ ദുആ ചെയ്താൽ ഇജാബത്ത് കിട്ടുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ലാഹുവേ നീ ഇജാബത്ത് കൊടുക്കണേ എന്ന് പറയാറുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന ആ ദുആയിലുണ്ടായിരുന്ന ഒരു വാക്കാണ്, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾ, ഇവരുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശമനം നൽകണേ എന്ന് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് ദുആ ചെയ്യാറുണ്ട്. തന്റെ ജീവിതത്തിന്റെ പാതിയാകുന്ന ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ ഭാര്യയ്ക്ക് ഒരു വേളയിൽ വായിൽ ക്യാൻസർ ഉണ്ടായിരുന്നത്രേ. അള്ളാഹു അങ്ങനെയുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസ്താദിന്റെ ഭാര്യയുടെ വായിൽ ക്യാൻസർ. ഡോക്ടർമാരെ പരിശോധിച്ചു, ഡോക്ടർമാർ വിധി എഴുതി, ഇതിന് മരുന്നുകൾ ഭൗതിക ലോകത്ത് കിട്ടുന്ന രീതിയിലുള്ള മരുന്നുകൾ ഇതിന് ലഭിക്കില്ല, രോഗം കുറിച്ച് ഗുരുതരമാണെന്ന് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിനോട് ഡോക്ടർമാർ വിധി എഴുതി അവർ പറയുകയുണ്ടായി. ആ സമയത്ത് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് എന്താ ചെയ്തത്? തനിക്ക് ഇജാസത്തോട് ലഭിച്ച സമസ്തകൾ ജമിയത്തുൽ ഉലമയുടെ അധ്യക്ഷനായിരുന്ന ബഹുമാനപ്പെട്ട ഹാമിദ് കോയമ്മ തങ്ങളുടെ അടുക്കൽ നിന്ന് ഇജാസത്ത് പ്രകാരം ലഭിച്ച ബഹുമാനപ്പെട്ട നാരിയത്ത് സ്വലാത്ത് ചൊല്ലി, ഇൻഷാ അല്ലാഹ് ഇവിടെ വിശദീകരിക്കപ്പെടും. നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ നാടുകളിൽ വന്നുകൊണ്ട് ചില ആളുകൾ പറഞ്ഞു നാരിയത്ത് സ്വലാത്തിന് അടിസ്ഥാനമുണ്ടോ? ഇല്ലേ? ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദുകൾ ഇവിടെ സൂചിപ്പിക്കപ്പെടും. ആ നാരിയത്ത് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്താണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഭാര്യയുടെ അസുഖം മാറിയത്. മാത്രമല്ല ആ അസുഖം പിന്നീട് ഉണ്ടായിട്ടില്ല. ഉസ്താദ് വഫാത്താകുന്നത് വരെ, ഇന്നോളം വരെ വളരെ ആരോഗ്യവതിയായി തന്നെ സ്നേഹിച്ചുകൊണ്ട് തന്നോടൊപ്പം നിൽക്കാൻ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് പാഠമാണ്. മാത്രമല്ല ഇങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിയൊരു സദസ്സിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്, ഉസ്താദിന്റെ വൈവാഹിക ജീവിതത്തിലെ ഒരേട് നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ വീട്ടുകാരെല്ലാരും കൂടി, കുടുംബക്കാരെല്ലാരും കൂടി ഒരു പ്രത്യേകമാകുന്ന എന്തോ ഒരു പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചു. സ്വാഭാവികമായും പരിപാടി തീരുമാനിച്ച് അവസാനം അതിന് അപ്രൂവൽ വാങ്ങേണ്ട, അതിന്റെ ഒരു തീരുമാനമെടുക്കേണ്ടത് വീട്ടിലെ കുടുംബനാഥനാണല്ലോ. ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ അരികിലേക്ക് എത്തി, അവരുടെ ഉപ്പയാകുന്ന കോയക്കുട്ടി ഉസ്താദിന്റെ അരികിലേക്ക് എത്തിയപ്പോൾ കോയക്കുട്ടി ഉസ്താദ് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, നിങ്ങളത് അംഗീകരിക്കണം. എന്താ ഉപ്പായുടെ അഭിപ്രായം ചോദിച്ചപ്പോ ആപ്പ പറഞ്ഞു, അത് പാടില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ അതിന് ഒന്നും കൂടി സമ്മർദ്ദം ചെലുത്താൻ പിന്നെ ആരെയാണ് നമ്മൾ പോവാറുള്ളത്? വാപ്പൊരു കാര്യം വേണ്ടാന്ന് പറഞ്ഞാൽ വാപ്പനോട് പിന്നെ വേണമെന്ന് പറയിപ്പിക്കാൻ ആരെടുത്താ പോവാറുള്ളത്? സാധാരണ ഉമ്മാന്റെ അടുത്താ പോവാറുള്ളത്. എല്ലാരും കൂടി ഉമ്മാന്റെ അരികിലേക്ക് ചെന്നു, അതായത് കോയക്കുട്ടി ഉസ്താദിന്റെ ഭാര്യയുടെ അരികിലേക്ക് ചെന്നു. ഭാര്യമാര് പറഞ്ഞാൽ ഏത് പുതിയാപ്ലാരും കേൾക്കുമല്ലോ. ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ ഭാര്യ ഇതിനെ സശ്രദ്ധം കേട്ടുകൊണ്ട് ആ കാര്യത്തിനെ കുറിച്ച് ഉപ്പായോട് പറയാൻ, അതായത് കോയക്കുട്ടി ഉസ്താദിനോട് പറയാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഉമ്മ പറയുകയുണ്ടായത്രേ, നിങ്ങളെല്ലാരും കൂടി വന്ന് പറഞ്ഞാലും ഈ വിഷയത്തിൽ ഇതിന്റെ ശരിയോ തെറ്റോ നോക്കാൻ ഞാനില്ല, പക്ഷേ നിങ്ങളുടെ ഉപ്പ പറഞ്ഞൊരു വാക്കിനെതിരെ പറയാൻ ഞാനില്ല. ജീവിച്ച് ആ സമയം, അന്ന് ഈ വിഷയം ഉണ്ടാകുന്ന ആ സമയത്തിനാണ് ബഹുമാനപ്പെട്ടവരുടെ ഭാര്യ പറയുന്നത്, ഇന്നോളം വരെ കോയക്കുട്ടി ഉസ്താദ് എന്ന് പറയുന്ന അവരുടെ ഉപ്പ പറഞ്ഞതിന് ഒരു വാക്ക് പോലും ഞാൻ എതിര് പറഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഉസ്താദിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ അവരോട് പറയുകയും ചെയ്തിട്ടില്ല എന്ന് ഭാര്യ പറയുകയുണ്ടായി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഉദാത്തമാകുന്നൊരു കുടുംബ ജീവിതത്തിന്റെ മാതൃകയെ കൂടി ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ നിന്ന് കാണാൻ കഴിയും. കോയക്കുട്ടി ഉസ്താദിന്റെ മക്കളൊക്കെ നല്ല ആലിമീങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഈ പരിപാടി തന്നെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലോകത്ത് മുഴുവൻ കാണുകയാണ്. അതിന്റെ ഒരു പ്രധാന അഡ്മിൻ കൂടിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മൂത്ത മകൻ നൂർ ഫൈലി. അതിൽ തജ്വീദിന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന പിന്നെ ബഹുമാനപ്പെട്ട നാസറുദ്ദീൻ ഫൈസി, ബഹുമാനപ്പെട്ടവരും ഇതിന്റെ അഡ്മിനാണ്. അങ്ങനെയുള്ള ഉലമാക്കൾ, വിദേശത്ത് ജോലി ചെയ്യുന്ന, അതോടൊപ്പം തന്നെ വലിയ പാണ്ഡിത്യമുള്ള ഉലമാക്കൾ ബഹുമാനപ്പെട്ട ഉസ്താദിന്റേതായ മക്കളായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മക്കളെ എങ്ങനെ പോറ്റണമെന്നും ഒരു കുടുംബം എങ്ങനെയായിരിക്കണമെന്നും പഠിപ്പിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് നമ്മോട് ഇവിടെ പറഞ്ഞത്. ആലിമീങ്ങളുടെ മരണം ലോകത്തിന്റെ മരണമാണെന്ന് നമ്മൾ ആലോചിക്കണം. ഇന്ന് ലോകത്ത് നിന്ന് ഈ അടുത്താണല്ലോ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയും നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയത്. അതിന് പകരം വെക്കാൻ പറ്റുന്ന ഉലമാക്കൾ നമ്മുടെ സമൂഹത്തിലേക്കും സമുദായത്തിലേക്കും കടന്നു വരുന്നില്ല എന്നുള്ളത് സത്യമാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഇവിടെ വാങ്ങിയതിനു ശേഷം ആ ശംസുൽ ഉലമക്ക് പകരം വെക്കാൻ പറ്റുന്ന ഒരു ആലിം പിന്നെ ലോകത്ത് നമ്മുടെ മുമ്പിൽ കടന്നു വന്നിട്ടില്ല. സമസ്തകൾ ജമിയത്തുൽ ഉലമയുടെ കടന്നു വന്നിട്ടില്ല, അല്ലെങ്കിൽ കേരളത്തിൽ കടന്നു വന്നിട്ടില്ല. കാരണം എന്താ? ഖിയാമത്ത് നാളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആലിമീങ്ങളുടെ മരണം എന്ന് പറഞ്ഞാൽ അത് മൗത്തുൽ ആലിമാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഉഖ്റവിയായ പണ്ഡിതന്മാരെല്ലാം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ദിക്റിലായിക്കൊണ്ട് തന്റെ ജീവിതത്തെ തിട്ടപ്പെടുത്തി സദാസമയങ്ങളും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള ഉലമാക്കൾ മരിച്ചു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്,
നമ്മളും ഇങ്ങനെയുള്ള ഈ മരണത്തിലേക്കും അതുപോലെ തന്നെ അടുത്തൊരു ജീവിതത്തിലേക്കും പോവേണ്ടവരാണെന്നും ഈ ലോകത്തിന്റെ നാശം നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു എന്നുള്ള സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, ഇങ്ങനെയുള്ള സദസ്സുകൾ, ഇങ്ങനെയുള്ള അനുസ്മരണ വേദികൾ അതിനുവേണ്ടി നമ്മൾ ചെലവഴിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും, അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ അനാശാസ പ്രവർത്തനങ്ങളും, അല്ലെങ്കിൽ വേണ്ടാത്തത് മുഴുവനും അതിന്റെ പിന്നിലെല്ലാം നമ്മുടെ മുസ്ലിം നാമധാരികളാണ്, മുസ്ലിമീങ്ങളാണ്. മുസൽമാന്റെ പേര് വെച്ചവൻ, പ്രവാചകന്മാരുടെ പേര് വെച്ചവർ, അസ്ഹാബുൽ ബദറിന്റെ പേര് വെച്ചവർ, അങ്ങനെയുള്ള ആളുകളാണ് അതിന്റെ എല്ലാം പിന്നിലുള്ളത്. അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഉലമാക്കൾ അള്ളാഹുവിന്റെ സന്നിധാനത്തിലേക്ക് പാറിപ്പോകുന്നത്. സ്വർഗം ഉറപ്പിച്ചു വെച്ച് ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ബഹുമാനപ്പെട്ട കേട്ട് ഉസ്താദ് മരിച്ചതുപോലെ, ബഹുമാനപ്പെട്ട റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് മരിച്ചതുപോലെ, ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് മരിച്ചതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കഴിഞ്ഞാൽ ദഖലൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അങ്ങനെയുള്ള സ്വർഗത്തിലേക്ക് കടന്നു എന്ന് ഉറപ്പു പറയാൻ കഴിയുന്ന ആലിമീങ്ങൾ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ലോകത്തിന്റെ അവസാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകം പോകുമ്പോ, അല്ലെങ്കിൽ ലോകം അവസാനത്തിലേക്ക് നീങ്ങുമ്പോ ലോകത്തിനനുസരിച്ച് ജീവിക്കണമെന്നാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ തിട്ടപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നത്. അങ്ങനെയല്ല. ലോകവും കാലവും എങ്ങനെ പോയാലും അവിടെയെല്ലാം അടിപതറാത്ത മനസ്സോടുകൂടി അള്ളാഹുവിനെ സ്മരിക്കുന്ന മനസ്സുണ്ടാവണം. അതാണ് കോയക്കുടി ഉസ്താദിന്റെ പാഠം. നമുക്കറിയാമല്ലോ, ആധുനികമായി എല്ലാവിധ സൗകര്യങ്ങളും ഇന്ന് മനുഷ്യന് ലഭിക്കും. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷൻ എന്നുള്ള പദവിയിലിരിക്കുമ്പോൾ എല്ലാ സൗകര്യമാണെങ്കിലും ഉസ്താദിന് ലഭിക്കും. ഒരു നിമിഷ നേരത്തെ ഒരു പ്രസ്താവന ഉണ്ടായാൽ മതി. ഒരു നിമിഷ നേരത്തെ പ്രസ്താവന ഉണ്ടായാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ ബോർഡിലെ കീഴിൽ പ്രവർത്തിക്കുന്ന മദ്രസയിൽ നിന്നും 9500 പരം വരുന്ന മദ്രസകളിൽ നിന്നും ഓരോ കുട്ടിയിൽ നിന്നും ചെറിയൊരു സംഖ്യ കളക്ട് ചെയ്താൽ സമസ്തയുടെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും വേണമെങ്കിൽ മണിമാളിക പണിതു കൊടുക്കാൻ കഴിയും. ഇഷ്ടമുള്ള വാഹനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇനി അത് വേണ്ട, കുട്ടികളിൽ നിന്ന് പിരിവെടുക്കേണ്ട ആവശ്യമില്ല. ഉസ്താദിനെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഇഷ്ടം പോലെ ശിഷ്യഗണങ്ങളുണ്ട്. അവർ ഒരുങ്ങിയാൽ, തയ്യാറായാൽ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ കഴിയും. പക്ഷേ അതിനെ വിലങ്ങിയത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളാണ്. അങ്ങനെയാണ്. നമുക്കറിയാം ഇതിന്റെ നേരെ മുന്നേ ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് സമസ്തയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ്, കോയക്കുട്ടി ഉസ്താദിന് മുമ്പിലുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട കാളമ്പാട് ഉസ്താദ് എന്റെ ഉസ്താദ് കൂടിയാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ദർജയെ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനപ്പെട്ട കാളമ്പാട് ഉസ്താദ് ജാമിയയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ജാമിയയിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ തന്നെ ഉസ്താദിന്റെ വാർദ്ധക്യ സഹജമാകുന്ന രോഗം കാരണം വീട്ടിലേക്ക് പോവാനും വരാനും പ്രയാസപ്പെട്ട സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ഒരു വാഹനം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഞങ്ങളുടെ വിദ്യാർത്ഥി യൂണിയനും ഞങ്ങൾ കുറച്ചാളുകൾ തയ്യാറായി ഉസ്താദിന്റെ അരികിലേക്ക് ആ കാര്യം ബോധിപ്പിക്കാൻ വേണ്ടി ചെന്ന സന്ദർഭം ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മിപ്പിക്കപ്പെടുകയാണ്. ആ സമയത്ത് ഉസ്താദ് പറഞ്ഞതെന്താ? ദുനിയാവാണിത്. നിങ്ങൾ ആലോചിച്ചു, ദുന്യാവാണെന്ന് പറയുകയും ആ ദുന്യാവിനെ മോഹം വെക്കാതെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ ദുന്യാവിലേക്ക് നോക്കി, കീഴ്പോട്ട് നോക്കി അതേ രീതിയിൽ നടന്നുപോയി താൻ പോവേണ്ടുന്ന മണ്ണിന്റെ അടിയിലേക്ക് നോക്കിയിട്ടാണ് അവരെല്ലാം ഈ ലോകത്ത് നിന്ന് കഴിഞ്ഞു പോയത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് അങ്ങനെ തന്നെ പോയത്. തനിക്ക് കിടക്കാനുള്ള കടപ്പാടം പോലും വർഷങ്ങൾക്ക് മുമ്പ് ഒരുക്കി തയ്യാറാക്കി ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് വർഷങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കി വെച്ചു. 2009 എന്റെ ഓർമ്മ. അന്ന് തന്റെ വീടിന്റെ അരികിലായിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്കും ഉസ്താദിന്റെ ജ്യേഷ്ഠനും ഖബർ തയ്യാറാക്കുകയാണ്. ഖബർ നിർമ്മാണം കഴിഞ്ഞ് അടുത്ത് തന്നെ ആ ദിവസം തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ജ്യേഷ്ഠൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ ചീഫ് മുഫത്തിഷ് കൂടിയ, വിദ്യാഭ്യാസ ബോർഡിന്റെ ചീഫ് മുഫത്തിഷ് കൂടിയായിരുന്ന ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ജ്യേഷ്ഠൻ വിടവാങ്ങുകയുണ്ടായി. അതിനുശേഷം താൻ ഒരുക്കി വെച്ച ഖബർ അതിനെ ചിന്തിച്ചുകൊണ്ട് അതിനെ പാകപ്പെടുന്ന രീതിയിൽ അങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ അരികിൽ ഉണ്ടായിരുന്നത്. കാരണം അവരെല്ലാം കണ്ടത് അള്ളാഹുവിന്റെ അരികിലേക്ക് എത്തുമ്പോ, അള്ളാഹുവിന്റെ സന്നിധാനത്തിലെത്തുമ്പോ അള്ളാഹുവിന്റെ അരികിൽ നിന്നുള്ള പ്രതിഫലമാണ് അവർക്ക് മോഹിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തെങ്കിലും ഒരു ഭൗതികമാകുന്ന എന്തെങ്കിലും നേട്ടം ഉസ്താദിന്റെ അരികിൽ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു നേട്ടം? പലപ്പോഴും പല പരിപാടിക്ക് വരുമ്പോ നമുക്കറിയാമല്ലോ, ഉസ്താദ് ചിലപ്പം പറയും വണ്ടി കൂലി മതി, പെട്രോളിനുള്ള പൈസ മതി. ഇത് പൈസ ഉണ്ടോ? എനിക്കെന്താ അറിയാം. ഞാൻ പറഞ്ഞല്ലോ, പരിപാടി കഴിഞ്ഞ് പൈസ കൊടുത്ത സമയത്ത് ഉസ്താദ് ചോദിച്ചു, ഇതിന്റെ പൈസ എവിടുന്നാണ്?
എങ്ങനെയാണ് ഇത് ചെലവഴിക്കുന്നത്, എന്താണ് ഇതിന്റെ വരുമാന മാർഗം, ഈ സംഖ്യ തരാൻ നിങ്ങളെ കയ്യിൽ കഴിവുണ്ടോ എന്നൊക്കെ ചോദിച്ചതിനു ശേഷം അത് വാങ്ങി. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെയായിരുന്നില്ലേ? അതേ രീതിയിൽ തന്നെ തനിക്ക് കിട്ടുന്ന സമ്പത്ത് അത് ഹലാലാണെന്ന് വരുത്തി തീർത്തതിനു ശേഷം, ഹലാലാണെന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷം അത് ഏറ്റുവാങ്ങി ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ്. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗം കാലം ദീനുമായി ബന്ധപ്പെട്ടു. ഇൽമ് പഠിക്കാൻ സ്വന്തം കീശയിൽ നിന്ന് കാശെടുത്തു എന്ന് മാത്രമല്ല, കിലോമീറ്ററുകളോളം നടന്നുകൊണ്ട് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് ആനക്കരയിൽ നിന്നും പൊന്നാനിയിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആനക്കരയിൽ നിന്നും പൊന്നാനിയിലേക്ക് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ ദർസിൽ ചേരാൻ കിലോമീറ്ററുകളോളം കാൽനടയായി വന്നു ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ദീനിനു വേണ്ടി ചെലവഴിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സുന്ദരമാകുന്ന ആശയങ്ങളുടെ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, ബഹുമാനപ്പെട്ട പരിശുദ്ധമാക്കപ്പെടുന്ന ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി തന്റെ ജീവിതം മുഴുവനും പരിശുദ്ധമാക്കപ്പെടുന്ന ദീനിനെ കാണിച്ചു തന്ന് ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയ ആ ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ കൂടെ, അതോടൊപ്പം തന്നെ നമ്മുടെ സമസ്തയുടെ ഉന്നതരാകുന്ന നേതാക്കന്മാരുടെ കൂടെ, മരിച്ചുപോയ മഹാരഥന്മാരുടെ കൂടെ അള്ളാഹു നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഹദ് ആവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.